بسم الله الرحمن الرحيم. وقال الذي آمن يا قوم إني أخاف عليكم مثل يوم الأحزاب مثل دأب قوم نوح وعاد وثمود والذين من بعدهم وما الله يريد ظلما للعباد ويا قوم إني أخاف عليكم يوم التناد يوم تولون مدبرين ما لكم من الله من عاصم ومن يضلل الله فما له من هاد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1632 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذي آمن يا قوم إني أخاف عليكم مثل يوم الأحزاب مثل دأب قوم نوح وعاد وثمود والذين من بعدهم وما الله يريد ظلما للعباد ويا قوم إني أخاف عليكم يوم التناد يوم تولون مدبرين ما لكم من الله من عاصم ومن يضلل الله فما له من هاد. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഫിറൗന്റെ വംശത്തിൽപ്പെട്ട വിശ്വാസം രഹസ്യമാക്കി വെച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാള് മൂസാ അലൈഹിസ്സലാമിനെതിരിലുള്ള കടുത്ത നടപടിയിലേക്ക് ഫിറൗൻ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ അവിടെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. സൂറത്ത് ഗാഫിറിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ഇടയിലേക്ക് അവരുടെ വിമോചകനായി നിയോഗിക്കപ്പെട്ട മൂസാ അലൈഹിസ്സലാമിനെ അള്ളാഹു ദൗത്യ നിർവഹണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഫിറൗന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും അടുക്കലേക്ക് കാര്യങ്ങൾ തെളിമയോടുകൂടി പറയുന്നതിനും അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിനും വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച കാര്യം നമ്മൾ കാണുകയുണ്ടായി. മക്കയിലെ നിഷേധികളായി നിലകൊള്ളുന്ന ആളുകളുടെ ആ നിലപാടിനെ അതെന്തുമാത്രം ദുരന്തം വരുത്തി വെക്കുന്ന വിധത്തിലുള്ളതാണ് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്നതിനായി ഭൂതലത്തിലൂടെ സഞ്ചരിക്കുവാനും ചരിത്രത്തിലെ സമാനമായ നിലപാടുകൾ സ്വീകരിച്ച ആളുകളുടെ പരിണിതി എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനും പ്രേരിപ്പിക്കുന്ന വിധത്തിൽ അള്ളാഹു കാര്യങ്ങൾ സൂചിപ്പിച്ച ശേഷം ആ വിധത്തിൽപ്പെട്ട ഒരു ഉദാഹരണം അവർക്ക് മുന്നിൽ വിശദമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മൂസാ അലൈഹിസ്സലാമിനെ ഫിറൗന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും അടുക്കലേക്കായി നിയോഗിച്ച സംഭവങ്ങളെ വിവരിച്ചു തുടങ്ങുന്നത്.
മൂസ അലൈഹിസ്സലാം ഈജിപ്തില് തിരികെ വന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നാട്ടിൽ വലിയ അരാജകത്വം ഉണ്ടാക്കും, നിയമരാഹിത്യം ഉണ്ടാക്കും, വലിയ കുഴപ്പത്തിന് കാരണമാകും എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാം രാജ്യദ്രോഹിയാണ്, കുഴപ്പക്കാരനാണ്, നാട്ടിൽ നിങ്ങളുടെ സ്വൈര ജീവിതം ഇല്ലാതാക്കാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന ആക്ഷേപങ്ങളൊക്കെ ചൊരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയാനാണ് ഫിറോൻ മുതിർന്നത്. ആ ഘട്ടത്തിലാണ് റജുലും മുഅ്മിനുൻ മിൻ ആലി ഫിറോൻ എന്ന് ഖുർആൻ വിവരിക്കുന്ന ഒരു വ്യക്തി രംഗത്ത് വരുന്നതും സംസാരിക്കുന്നതും. ഫിറോൻ സമൂഹത്തിൽപ്പെട്ട, ഫിറോവിന്റെ വംശത്തിൽപ്പെട്ട, ഖിബ്തി വിഭാഗത്തിൽപ്പെട്ട ഒരാള് മൂസ അലൈഹിസ്സലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം യാഥാർത്ഥ്യമാണ്, സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാളാണ്. പക്ഷെ അദ്ദേഹം യക്തുമു ഈമാനോ, ഈമാൻ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ്, മറച്ചു പിടിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യം, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഒരാളെ കൊല്ലാൻ വേണ്ടി മുതിരുന്നത്? വഖദ് ജാഅകും ബിൽ ബയ്യിനാതി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ആയിട്ടാണ് അയാൾ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നതും നിങ്ങളോട് സംവദിക്കുന്നതും ഒക്കെ തന്നെ. അങ്ങനെ ഒരാളെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി മുതിരുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫിറോവിനോടും കൂട്ടരോടും ന്യായവാദം നടത്തുകയാണ് ആ വിശ്വാസം ഉൾക്കൊണ്ട, എന്നാൽ അത് രഹസ്യമാക്കി വെച്ചിരുന്ന ആള് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. ആ സംസാരത്തിന്റെ തുടർച്ചയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. മുസ്രിഫും കദ്ദാബുമായ ഒരാളെയും അള്ളാഹു സന്മാർഗിയാക്കുകയില്ല എന്നൊക്കെയുള്ള വിധത്തില് അയാള് ഫിറോവിനെയും അയാളോടൊപ്പമുള്ളവരെയും ഒക്കെ താക്കീത് ചെയ്യുന്നുണ്ട്. ഇന്ന് നിങ്ങള് ഈജിപ്തിൽ വലിയ ആധിപത്യമുള്ളവരും മറ്റു പല വിഭാഗങ്ങളെയും അല്ലെങ്കിൽ സമീപ നാടുകളെയും ഒക്കെ അപേക്ഷിച്ച് വലിയ വിജയം വരിച്ച ആളുകളൊക്കെയാണ്. എന്നാൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നവരായി, നിങ്ങളെ സഹായിക്കാനായിട്ട് ആര് രംഗത്ത് വരും എന്നൊരു ചോദ്യമാണ് ആ മനുഷ്യൻ ഫിറോവിനോടും കൂട്ടരോടുമായിട്ട് ഉന്നയിക്കുന്നത്. അതിന് മറുപടിയായിട്ട് ഫിറോവൻ പറഞ്ഞത്, മാ ഉരീക്കും ഇല്ല മാ അറ വമാ അഹ്ദീക്കും ഇല്ല സബീല റഷാദ് എന്നാണ്. ഞാൻ എനിക്ക് ബോധ്യപ്പെട്ട എന്റെ തെറ്റ് അല്ലെങ്കിൽ പിഴവ് സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു നിരീക്ഷണമാണ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുകയില്ല, ശരിയായ വഴിയിലേക്കല്ലാതെ നിങ്ങളെ നയിക്കുകയില്ല എന്നും കൂടി ഫിറോവൻ അവകാശവാദമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തിലാണ് വിശ്വാസിയായ മനുഷ്യൻ അവരോട് പ്രതികരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകള് ആ കാര്യമാണ് അതിലടങ്ങിയിട്ടുള്ളത്. വഖാലല്ലദീ ആമന, ആ വിശ്വാസം ഉൾക്കൊണ്ട ആ മനുഷ്യൻ പറയുകയുണ്ടായി. ഇവരോടുള്ള സംസാരത്തില് അതിലിടപെട്ടുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ ഫിറോൻ നടത്തിയ നിരീക്ഷണങ്ങളോടൊക്കെ പ്രതികരിച്ചുകൊണ്ടാണ് അയാൾ പറയുന്നത്. വഖാലല്ലദീ ആമന, വിശ്വാസം ഉൾക്കൊണ്ട ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, യാ ഖൗം, എന്റെ കൂട്ടരെ, എന്റെ നാട്ടുകാരെ, എന്റെ ജനങ്ങളെ, ഇന്നി അഖാഫു അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ വലിയ ഭയത്തിലാണ്. നിങ്ങളെ വലിയ ഒരു വിപത്ത് പിടികൂടും എന്ന ഭയം എനിക്കുണ്ട്. മിസ്ല യൗമിൽ അഹ്സാബ്, പല സംഘങ്ങളും ചരിത്രത്തിൽ, പല വിഭാഗങ്ങളും ചരിത്രത്തിൽ ദൈവിക നടപടികൾ നേരിടേണ്ടി വന്നതായിട്ട് നിങ്ങൾക്ക് അറിയാലോ.
അത്തരം അഹ്സാബുകൾ, അത്തരം ഹിസ്ബുകൾ നേരിടേണ്ടി വന്ന വിപത്ത് ഉണ്ടായ നാളുകൾ പോലെയുള്ള ഒരു നാൾ, അങ്ങനെയുള്ളൊരു സംഗതി നിങ്ങളെ പിടികൂടുമോ എന്ന് ഞാൻ തീർച്ചയായിട്ടും ഭയപ്പെടുന്നുണ്ട്. ഇന്നി അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ് എന്നാണ് ഇവിടെ പറയുന്നത്. അഖാഫു അലൈക്കും മിസ്ല യൗമിൽ അഹ്സാബ്. ചില നാളുകള് ചരിത്രത്തില് അള്ളാഹുവിന്റെ നടപടികളുടെ പേരിൽ അറിയപ്പെടുന്നതായിട്ടുണ്ട്. അവയെ പൊതുവായിട്ട് പരാമർശിക്കാറുള്ളത് അയ്യാമുള്ള എന്നാണ്. അള്ളാഹുവിന്റെ പ്രത്യക്ഷമായ ചില നടപടികൾ, ഇടപെടൽ ഒക്കെ കാരണമായിട്ട് ചരിത്രത്തിന്റെ ഗതി തന്നെ മാറാനിടയായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്ന നാളുകളാണത്. പിന്നിട്ട കാലത്തെ മനുഷ്യന്റെ അനുഭവങ്ങളുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ചില ശ്രദ്ധേയമായ നാളുകൾ കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ തന്നെ പലയിടങ്ങളിലായിട്ട് ആവർത്തിച്ച് പരാമർശിക്കുന്ന ചില സമൂഹങ്ങളും അവരുടെ ധിക്കാരപരമായ നിലപാടുകൾ കാരണമായിട്ട് അവരുടെ കാര്യത്തില് അള്ളാഹുവിന്റെ നടപടി ഉണ്ടായി വന്ന ആ നടപടി ഉണ്ടായതിന്റെ പേരിൽ ശ്രദ്ധേയമായ ചില ദിനങ്ങളൊക്കെ ഉണ്ട്. ആദ് സമൂഹത്തിൻ്റെത്, സമൂദ് സമൂഹത്തിൻ്റെത്, അതുപോലെ ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം, ഷുഐബ് അലൈഹിസ്സലാമിന്റെ സമൂഹം, അങ്ങനെ തുടങ്ങി പല സമൂഹങ്ങളുടെയും കാര്യത്തിൽ ദൈവിക നടപടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ദൈവിക നടപടികൾ ഉണ്ടായ ആ നാളുകൾ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെട്ട നാളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ അഹ്സാബ് എന്നതിന്റെ സൂചന അതാണ്. പല സമൂഹങ്ങളെയും അള്ളാഹു വളരെ കഠിനമായ നടപടിക്ക് വിധേയമാക്കിയ സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. അത്തരം സമൂഹങ്ങളാണ് അഹ്സാബായിട്ട് പരാമർശിക്കപ്പെടുന്നത്. അവർക്ക് അവരുടെ കാര്യത്തിൽ അള്ളാഹു ചില കടുത്ത നടപടികൾ സ്വീകരിച്ച നാളുകളാണ് ഈ അവിസ്മരണീയമായി മാറിയിട്ടുള്ള ചില ചരിത്ര ദിനങ്ങളായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്നത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അപ്പൊ ഇദ്ദേഹം പറയുന്നത് വഖാലല്ലദീ ആമന, ആ വിശ്വാസം ഉൾക്കൊണ്ട ആൾ അവരോടായിട്ട് പറഞ്ഞത്, യാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും, എന്റെ നാട്ടുകാരെ, എന്റെ ജനങ്ങളെ, എന്റെ കൂട്ടരെ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുകയാണ്. മിസ്ല യൗമിൽ അഹ്സാബ്, അഹ്സാബുകാരുടെയൊക്കെ ദിനങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതുപോലെയുള്ളത് നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഞാനുള്ളത്. പല ഹിസ്ബിനെയും, ഹിസ്ബ് എന്നതിന്റെ ബഹുവചനാണ് അഹ്സാബ്, പല സംഘടിത വിഭാഗങ്ങളെയും അള്ളാഹു നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്, ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയിട്ടുണ്ട്. അങ്ങനെ തുടച്ചു നീക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്കെതിരിൽ കഠിനമായ നടപടി സ്വീകരിച്ച നാളുകളാണ് യൗമുൽ അഹ്സാബ്. അതുപോലെയുള്ള നാളുകൾ, അതുപോലെയുള്ള നാൾ നിങ്ങളുടെ കാര്യത്തിലും ഉണ്ടായേക്കുമോ എന്ന ഭയത്തിലാണ് ഞാനുള്ളത് എന്നാണ് വിശ്വാസിയായി മാറിയ ആ മനുഷ്യൻ അവരോട് പറയുന്നത്. അദ്ദേഹം ഫിറോവിന്റെ വംശത്തിൽപ്പെട്ട ആളായിരുന്നു, ഖിബ്തി വംശത്തിലെ ഒരംഗമാണ്. പക്ഷേ മൂസ അലൈഹിസ്സലാം അവരുടെ മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന ദൈവിക സന്ദേശം സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നത് ബോധ്യപ്പെട്ട ഒരാളാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ ഈ ധിക്കാര നടപടിയും ഈ തിരസ്കാരവും നിഷേധവും ഒക്കെ നിങ്ങളെ പൂർവികരായ പല സമൂഹങ്ങളെയും അള്ളാഹുവിന്റെ നടപടി ഏറ്റുവാങ്ങിയ സമൂഹങ്ങളുടേതും പോലെയുള്ള അനുഭവങ്ങളെ ഏറ്റുവാങ്ങാൻ കാരണമാക്കും. അതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അതിന് ചില ഉദാഹരണങ്ങളായിട്ട് തൊട്ടടുത്ത ആയത്തില് അയാളുടെ തന്നെ വാക്കുകൾ അള്ളാഹു ഉദ്ധരിക്കുകയാണ്. മിസ്ല ദഅബി ഖൗമി നൂഹിൻ വആദിൻ വസമൂദ വല്ലദീന മിൻ ബഅദിഹിം. ഏതുപോലെയാണ്? മിസ്ല ദഅബി ഖൗമി നൂഹിൻ, നൂഹിന്റെ ജനതയുടെ
ആ അവസ്ഥ പോലെ, ആദിന്റെ അവസ്ഥ പോലെ, സമൂത് സമൂഹത്തിന്റെ അവസ്ഥ പോലെ, മാത്രല്ല വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന പല സമൂഹങ്ങളുടെയും അവസ്ഥ പോലെ, അവരെ ഏറ്റുവാങ്ങിയ അത്യന്തം ദുരന്തപൂർണമായ അവസ്ഥകളുണ്ട്. നൂഹ് സമൂഹം നശിപ്പിക്കപ്പെട്ടതാണ്. ആദ് സമൂഹം ദൈവിക നടപടി ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അവര് തുടച്ചു നീക്കപ്പെട്ടതാണ്. സമൂത് സമൂഹം, സ്വാലിഹ് അലൈഹിസ്സലാം ദൗത്യം നിർവഹിച്ച ആ സമൂഹം, അവരും അതുപോലെ അവർക്ക് ശേഷം വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നതും പരാമർശിക്കാതെ വിട്ടിട്ടുള്ളതുമായ പല സമൂഹങ്ങളും, അവരുടെയൊക്കെയും ഏറ്റവും ദാരുണമായ, ഏറ്റവും ദുരന്തപൂർണമായ ആ പര്യവസാനം, അതുപോലെയുള്ള ഒരു നടപടി നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ് ഇവിടെ ഫിറൗന്റെ ആളുകളോടായിട്ട്, അവരുടെ തന്നെ വംശത്തിൽപ്പെട്ട എന്നാൽ മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വാസം ഉൾക്കൊണ്ട ആ മനുഷ്യൻ പറയുന്നത്. എന്നിട്ട് ഒരു കാര്യം കൂടി ചേർത്ത് പറയുകയാണ്, വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ഇബാദ്, ഒരിക്കലും തന്നെ അള്ളാഹു തന്റെ ദാസന്മാരോട് അക്രമം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവനല്ല എന്നുകൂടി പറയുകയാണ്. അള്ളാഹു ഒരിക്കലും തന്നെ തന്റെ ഇബാദിനോട്, തന്റെ അടിയാറുകളോട്, തന്റെ ദാസന്മാരോട് ളുൽമ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ, ദൈവിക നടപടി വളരെ അനിവാര്യമായി മാറിയ, അവരത് ഏറ്റവും കൂടുതൽ അർഹിക്കുന്നവരായി മാറിയ എല്ലാവിധ അതിർവരമ്പുകളെയും അതുപോലെ തന്നെ പരിധികളെയും ഒക്കെ ലംഘിച്ചുകൊണ്ട് അവര് അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാടിലേക്ക് നീങ്ങിയ ഘട്ടത്തിൽ മാത്രമാണ് അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടായിട്ടുള്ളത്. അള്ളാഹു തന്റെ അടിയാറുകളോട് അകാരണമായി, അല്ലെങ്കിൽ അവര് അത്തരം നടപടികൾ അർഹിക്കാത്തവരായി ഉള്ള അവസ്ഥയിൽ ഒരിക്കലും അവർക്കെതിരിൽ അള്ളാഹു ഒരു നടപടി സ്വീകരിക്കുകയില്ല. അള്ളാഹു ഒരാളോട് ളുൽമ ചെയ്യുന്നവനല്ല എന്നുകൂടിയാണ് ഇവിടെ ചേർത്ത് പറയുന്നത്. ഈ വാചകം ആലു ഫിറൗനിൽപ്പെട്ട വിശ്വാസം ഉൾക്കൊണ്ട ആ മനുഷ്യൻ പറയുന്നതാവാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംസാരത്തിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്ന വിധത്തിലും ആവാം. രണ്ടു നിലക്കും ഈ വിവരണ ശൈലി സാധ്യത നൽകുന്നുണ്ട്. വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ഇബാദ്, തന്റെ ദാസന്മാരോട്, തന്റെ അടിമകളോട് ഒരു നിലക്കുമുള്ള ളുൽമ് അള്ളാഹു ചെയ്യുകയില്ല, അങ്ങനെ ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. വയാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും യൗമത്തനാദ്, തുടർന്ന് വീണ്ടും അയാൾ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോ നേരത്തെ വായിച്ച ഭാഗം വമല്ലാഹു യുരീദു ളുൽമൻ ലിൽ ഇബാദ് എന്നത് അയാൾ തന്നെ പറഞ്ഞതാവാൻ സാധ്യത കൂടുതലാണ്. തുടർന്ന് അയാൾ പറയുന്നത് വയാ ഖൗം, എന്റെ നാട്ടുകാരെ, എന്റെ ജനങ്ങളെ, ഇന്നി അഖാഫു അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ വലിയ ഭയപ്പാടിലാണ്. യൗമത്തനാദ്, ഒരു ആർത്തുവിളിയുടെ ഒരു ദിവസത്തെ കുറിച്ചാണ് എനിക്ക് ഭയം. നിങ്ങളെല്ലാവരും ആർപ്പുവിളി നടത്തുന്ന ഒരു നാൾ വന്നേക്കുമോ എന്ന പേടിയാണ് എനിക്കുള്ളത്. തീർത്തും നിസ്സഹായരായി മാറിയ ഒരവസ്ഥയിൽ ആർത്തു വിളിച്ച് കരയുകയല്ലാത്ത മറ്റൊന്നും സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എടുത്തെറിയപ്പെടുകയും, അങ്ങനെ നിങ്ങളെല്ലാവരും ആർപ്പുവിളി നടത്തുന്ന കാരണത്താൽ ആർപ്പുവിളിയുടെ നാൾ എന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമായിട്ട് അത് മാറുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്നാണ് ഈ മനുഷ്യൻ അവരെ ഉണർത്തുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നത്. വയാ ഖൗമി ഇന്നി അഖാഫു അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് യൗമത്തനാദ്. തനാദ് എന്ന് പറഞ്ഞാൽ ആർത്തു വിളിച്ച് കരയുക, സഹായം തേടിക്കൊണ്ടുള്ള ആർപ്പുവിളി, ഇതൊക്കെയാണ് അതിന്റെ സൂചന. അപ്പൊ അങ്ങനെ ഒരു നാള് നിങ്ങളുടെ കാര്യത്തിൽ സത്യമായി പുലർന്നു പോകുമോ എന്നതാണ് എന്റെ ഭയം
എന്ന് ആ മനുഷ്യൻ അവരോട് പറയുകയാണ്. യൗമ തുവല്ലൂന മുദ്ബിരീൻ, അന്ന് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ് ഓടുകയായിരിക്കും. നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു നിലപാടിലാണ് ഉണ്ടാവുക. ഇതുവരെ നിങ്ങൾ വളരെ ക്ലോസ് നിറ്റായി നിന്നിരുന്ന, വളരെ എല്ലാറ്റിലും സഹകരിച്ച് കൈകോർത്ത് നിന്നിരുന്ന ആളുകളാണല്ലോ. പക്ഷെ ആ നാളിൽ അങ്ങനെയാവില്ല. നിങ്ങൾ പരസ്പരം പഴിചാരിക്കൊണ്ടായിരിക്കും സംസാരിക്കുക. അങ്ങനെ പിന്തിരിഞ്ഞ് ഓടുകയായിരിക്കും നിങ്ങൾ. അത് അവര് കാരണമാണ്, ഇയാള് കാരണമാണ് എന്ന് പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട്, എന്നാൽ അത് പറഞ്ഞുകൊണ്ട് പോലും നിൽക്കാൻ അവർക്ക് കഴിയില്ല. അവര് പിന്തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുക. അങ്ങനെ യൗമ തുവല്ലൂന മുദ്ബിരീൻ, പിന്തിരിഞ്ഞ് ഓടുന്ന, നിങ്ങൾ പിന്തിരിഞ്ഞ് ഓടുന്ന ഒരു നാൾ. മാലക്കും മിനല്ലാഹി മിൻ ആസിം, ആ നാളിൽ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്യുന്നവനായിട്ട് ഒരാളും രംഗത്തുണ്ടാവുകയില്ല. മാലക്കും, നിങ്ങൾക്കായി ഉണ്ടാവുകയില്ല, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ തടയുന്നവനായിട്ട്, മിൻ ആസിം, നിങ്ങളെ സംരക്ഷിക്കുകയും അള്ളാഹുവിന്റെ നടപടി നിങ്ങളുടെ നേരെ ഉണ്ടാകുന്നതിനെതിരിൽ നിങ്ങളെ കാത്ത് സംരക്ഷിക്കുന്നവനായിട്ട് ഒരാളും ആ നാളിൽ ഉണ്ടാവുകയില്ല. വമൻ യുദ്ലിലില്ലാഹു, ആരെയാണോ അള്ളാഹു വഴി തെറ്റിയ വിധത്തിൽ പോകാൻ വിട്ടിരിക്കുന്നത്, ഫമാലഹു മിൻ ഹാദ്, അങ്ങനെ ഒരാൾക്ക് വഴികാട്ടിയായിട്ട് ഒരാളും ഉണ്ടാവുകയുമില്ല. അള്ളാഹു നിങ്ങൾക്കൊക്കെ ഒരു അവസരം നൽകിയിട്ടുണ്ട്. ആ അവസരമാണ് ഇപ്പോ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകൾ. താക്കീതുകാരനായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് മൂസ അലൈഹിസ്സലാമിനെയും സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെയും അള്ളാഹു നിയോഗിച്ചയക്കുകയുണ്ടായി. അവര് വ്യക്തമായ പ്രമാണങ്ങളും സാക്ഷ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വരികയും കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് നിങ്ങൾ വളരെ നിസ്സാരമായി കാണുകയും, നിങ്ങൾ അക്രമിയായ ആളുകളോട് നിരന്തരം ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയോട് ഒട്ടി നിൽക്കാനുള്ള ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. ഇതാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ വൈകാതെ തന്നെ അള്ളാഹുവിന്റെ നടപടി നിങ്ങളുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമായി പുലരും. അങ്ങനെ അത് സംഭവിക്കുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാനായി ആ നടപടി നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകാത്ത വിധത്തില് നിങ്ങളെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ആ നടപടിയെ നിങ്ങളിൽ നിന്ന് തടയാൻ ആവശ്യമായിട്ട്, അങ്ങനെ നിങ്ങളെ തടയുക, ആ നടപടി തടയുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനായിട്ട് ഒരാളും തന്നെ ആ നാളിൽ രംഗത്തുണ്ടാവുകയില്ല. മാത്രവുമല്ല, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വല്ല രക്ഷാമാർഗവും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ടാവോ? ആ നിമിഷം വെച്ച് സന്മാർഗിയാവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതൊന്നുമില്ല. വമൻ യുദ്ലിലില്ലാഹു, സ്വന്തം അർഹത കാരണമായിട്ട് മാത്രമേ അള്ളാഹു ആരെയെങ്കിലും ലലാലത്തിലേക്ക് തള്ളിവിടുകയുള്ളൂ. അങ്ങനെ ആരെയെങ്കിലും അള്ളാഹു ലലാലത്തിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ ഫമാലഹു മിൻ ഹാദ്, അയാൾക്ക് വഴികാട്ടിയായിട്ട്, അയാൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനായിട്ട് ഒരാളും ഉണ്ടാവുകയില്ല. കാരണം അയാളുടെ അവസരം കഴിഞ്ഞു. അയാൾക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അള്ളാഹു അവസരം നൽകിയിരുന്നു. അത് അയാൾ പ്രയോജനപ്പെടുത്തുകയുണ്ടായില്ല. ഇനി അയാളുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടി സംഭവിക്കുകയാണ്. ആ ഘട്ടത്തില് ഒരു രക്ഷകനായിട്ട് ആരെങ്കിലും രംഗത്ത് വരുമോ? ഒരാളും തന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ, അള്ളാഹുവിന്റെ നടപടികളെ തടഞ്ഞു നിർത്താനായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് സന്മാർഗികളാവാൻ സാധിക്കുമോ? അതും സാധ്യമല്ല. കാരണം നിങ്ങളെ അള്ളാഹു ആ ഘട്ടത്തില് പൂർണ്ണമായിട്ടും ലലാലത്തിലേക്കായി വിട്ടുകഴിഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അള്ളാഹു ഒരാളെ ലലാലത്തിലേക്ക് അങ്ങ് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സന്മാർഗം കാണിക്കുക എന്ന ഒരു കാര്യം നിർവഹിക്കാനായിട്ട് ഒരാളും രംഗത്ത് വരികയില്ല എന്നുകൂടിയാണ് ഫിറഔനിൽ പെട്ട വിശ്വാസം ഉൾക്കൊണ്ട ആ മനുഷ്യൻ ആ സന്ദർഭത്തിൽ അവരോടായിട്ട്
പൊതുവായിട്ട് പറയുന്നത്. അത് ഫിറോവിനോടും അയാളോടൊപ്പം നിലകൊള്ളുന്ന വളരെ അടുത്ത ആളുകളോടും മാത്രമാവണമെന്നില്ല. ഈ സംസാരം അയാൾ തുടർന്ന് പൊതുജനങ്ങളോട് പറഞ്ഞതാവാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോ ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിരിക്കുന്നത് ഈ ആയത്തുകളാണ്. സൂറത്ത് ഗാഫിറിലെ 30 മുതൽ 33 വരെയുള്ള ആയത്തുകൾ. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.